മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അതുവരെ ശത്രുതയുടെ മുൻമുണിയിൽ നിന്നിരുന്ന പലവരുടെയും മനസ്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അതിലെ ഏറ്റവും വിശ്വസനീയമായ മാറ്റം രോഹിത്തിൻ്റേതായിരുന്നു. അലീന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടിരുന്ന രോഹിത്തിൻ്റെ മനസ്സിൽ സത്യങ്ങൾ വെളിപ്പെട്ടതോടെ ഒരു പശ്ചാത്താപത്തിൻ്റെ കനൽ എരിയാൻ തുടങ്ങിയിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ശത്രുവല്ല, സ്വന്തം രക്തമാണ്. താൻ അറിയാതെ പോയ തൻ്റെ മൂത്ത സഹോദരിയാണ് എന്ന തിരിച്ചറിവ് അവനെ ആകെ ഉലച്ചു. ആ നിമിഷം മുതൽ അവൻ്റെ ഉള്ളിലെ പകയുടെ സ്ഥാനത്ത് വാത്സല്യത്തിൻ്റെ ഒരു നീർത്ത ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. അവൻ അലീനയെ ചേച്ചി എന്ന് വിളിക്കാൻ തീരുമാനിച്ചു. താൻ ഇതുവരെ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്കെല്ലാം അതൊരു പ്രായശ്ചിത്തമാകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും ആ ഒരൊറ്റ വിളിയിലൂടെ ഒരു പുതിയ തുടക്കമിടാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ രോഹിത്തിൻ്റെ ഈ ഒരു ഭാവമാറ്റം അലീനയിൽ പെട്ടെന്നുണ്ടാക്കിയത് അത്ഭുതമായിരുന്നില്ല, മറിച്ച് അവിശ്വസനീയതയായിരുന്നു. ഇത്ര കാലം തന്നെ ഇല്ലാതാക്കാൻ നടന്ന ഒരാൾക്ക് ഇത്ര പെട്ടെന്നെങ്ങനെ മാറാൻ കഴിയും? വൈജയന്തിക്ക് സംഭവിച്ച അപകടത്തിൻ്റെ ആഘാതത്തിലോ, പോലീസ് കേസിൻ്റെ ഭയത്തിലാണോ? സംഭവിച്ച ഒരു താൽക്കാലിക മനമാറ്റം മാത്രമാകുമോ ഇത്? അവൾ മുത്തശ്ശിയോട് തൻ്റെ സംശയങ്ങൾ പങ്കുവച്ചു. അപ്പോഴാണ് അലീനയുടെ ഫോൺ ശബ്ദിച്ചത്. മറുതൽക്കൽ രേവതിക്കുട്ടിയായിരുന്നു. ചേച്ചി, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? ആ പൂതനക്ക് എങ്ങനെയുണ്ട്? രേവതിക്കുട്ടിയുടെ കുസൃതി നിറഞ്ഞ ചോദ്യം കേട്ട് അലീന ഒന്ന് ചിരിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്തൊക്കെ തന്നെയായാലും അത് നമ്മുടെ അമ്മയല്ലേ. ഓ, ഒരമ്മ. അമ്മയെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് പൊള്ളിയല്ലേ. പക്ഷേ ആ അമ്മ ചെയ്തു കൂട്ടിയതൊന്നും. രേവതിയുടെ വാക്കുകൾ പാതിയിൽ നിർത്തി. അലീന അവിടുത്തെ സംഭവ വികാസങ്ങൾ രേവതിക്കുട്ടിയോട് പറഞ്ഞു. കൂട്ടത്തിൽ രോഹിത്തിൻ്റെ പെരുമാറ്റത്തിലെ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ചും പറഞ്ഞു. ചിലപ്പോൾ വല്ല ട്രാപ്പായിരിക്കും ചേച്ചി, സൂക്ഷിച്ചേക്കണം. അവൻ അത്ര പെട്ടെന്നൊന്നും നന്നാവുന്ന കൂട്ടത്തിലല്ല. രേവതിക്കുട്ടി ഒരു മുന്നറിയിപ്പ് പോലെ നൽകി. അല്ല, അവൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കാണാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അലീന പറഞ്ഞു. കണ്ടോ, അവിടെ എവിടെയും കൊണ്ടുപോയി വല്ല പണിയും എടുപ്പിക്കാനാവും. വൈജയന്തിക്ക് ബോധം വന്നിട്ടുണ്ടാവും. ചേച്ചിയെ കൊണ്ട് ശുശ്രൂഷിക്കാനാവും അവൻ്റെ പ്ലാന്. രേവതിക്കുട്ടിയുടെ വാക്കുകൾ കേട്ട് അലീന ചിരിച്ചെങ്കിലും അവളെ ഉള്ളിൽ ഒരു ചെറിയ സംശയം ബാക്കിയായി. അതേസമയം വീട്ടിലെ മറ്റൊരു മുറിയിൽ ബബിത തൻ്റെ ഫോണിൽ ലോകം മറന്നിരിക്കുകയായിരുന്നു. പഠനമോ വീട്ടിലെ മറ്റു കാര്യങ്ങളോ ഒന്നും അവളെ ബാധിച്ചില്ല. അവളുടെ കാമുകൻ അമലുമായുള്ള സ്വപ്നലോകത്തായിരുന്നു അവൾ. രോഹിത്ത് അവളുടെ അടുത്തേക്ക് വന്നു. നീ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ? അമ്മ ICUയിലല്ലേ? അങ്ങോട്ടേക്ക് ആരെയും കയറ്റിവിടില്ലല്ലോ. പിന്നെ ഞാൻ പോയിട്ടെന്തിനാ? വല്ല ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കി നിൽക്കാനാണ്. ബബിതയുടെ മറുപടി ധാർഷ്ട്യം നിറഞ്ഞതായിരുന്നു. അവിടെ കൂടി നിൽക്കാൻ പിന്നെ ഒരു പെണ്ണില്ലാതെ അച്ഛനും മനുവേട്ടനും കഷ്ടപ്പെടുകയായിരുന്നു. നീ നാളെ എൻ്റെ കൂടെ വരണം. എനിക്ക് പറ്റില്ല, എനിക്ക് ക്ലാസ് ഉണ്ട്, നോട്ട്സൊക്കെ എഴുതാനുണ്ട്. എന്നെ അങ്ങനെ അടുക്കളിക്കാരി ആക്കാനൊന്നും നോക്കണ്ട, ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാനും നോക്കണ്ട. ജോലിക്കാരുള്ള വീട്ടിലെ എന്നെ കെട്ടിച്ചു വിടാവൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ബബിതയുടെ മറുപടി കേട്ട് രോഹിത്തിന് ദേഷ്യം ഇരിച്ചു കയറി. അതേ നിമിഷം അലീന ബാലചന്ദ്രൻ്റെ ഫോണിൽ വിളിക്കുകയായിരുന്നു. വൈജയന്തിയുടെ ആരോഗ്യസ്ഥിതി അവൾ ചോദിച്ചറിഞ്ഞു. മാഡത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് സർ? കുഴപ്പമില്ല മോളെ, സർജറി കഴിഞ്ഞു, വാർഡിലേക്ക് മാറ്റി. പക്ഷേ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. അവിടെ സ്ത്രീകളായി ആരെങ്കിലും വേണ്ടേ സർ? ഞാൻ വരട്ടെ? സ്വന്തം അമ്മയെ ഒരു നോക്ക് കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെയാണ് അവൾ അത് ചോദിച്ചത്. അത് മനസ്സിലാക്കിയെന്നോണം ബാലചന്ദ്രൻ പറഞ്ഞു. മോളെ, കാണണമെങ്കിൽ പോന്നോ? രോഹിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവൻ്റെ കൂടെ പോര്. 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും എടുത്തോ. ഫോൺ വെച്ചിട്ടും അലീനയുടെ നെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. രോഹിത്തിനോട് താൻ എങ്ങനെയാണ് കൂടെ വരാൻ ചോദിക്കുക? അവൾ മുറിയിലൂടെ അസ്വസ്ഥമായി നടക്കുമ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. രോഹിത്ത്. മുത്തശ്ശിയും അലീനയും അവനെ നോക്കി. ഞാൻ നാളെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അമ്മയെ കാണാൻ, അവൻ പറഞ്ഞു. എന്നിട്ട് പോകാനായി തിരിഞ്ഞു. വാതിൽക്കൽ വെച്ച് അവൻ വീണ്ടും നിന്നു. അലീനയെ നോക്കാതെ പറഞ്ഞു. അച്ഛൻ വിളിച്ചിരുന്നു, അലീന ചേച്ചിയോടും കൂടെ വരാൻ പറഞ്ഞു. അലീന ചേച്ചി എന്ന ആ ഒരൊറ്റ വിളിയിൽ അലീനയും മുത്തശ്ശിയും ഒരുപോലെ ഞെട്ടിത്തരിച്ചു. അവരുടെ കാതുകളെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ അവർ പോകാനായി ഒരുങ്ങിയിരിക്കുകയാണ്. അലീന തൻ്റെ ബാഗുകളും വൈജയന്തിക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെക്കുകയായിരുന്നു. ബബിത ഇതൊന്നും ശ്രദ്ധിക്കാതെ പതിവുപോലെ സോഫയിൽ കാലുമേൽ കാൽ കയറ്റി വെച്ച് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് രോഹിത്തിന് നിയന്ത്രണം വിട്ടു. അവൻ ചെന്ന് TV അങ്ങ് ഓഫ് ചെയ്തു. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ വരാൻ? വന്നില്ലെങ്കിലും വേണ്ടില്ല. അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് വിളിച്ചു ചോദിക്കെങ്കിലും ചെയ്യാമായിരുന്നില്ലേ നിനക്ക്? ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും സ്വയം നന്നാവാൻ നോക്ക്. രോഹിത്തിൻ്റെ അപ്രതീക്ഷിത ദേഷ്യത്തിൽ ബബിത ഒന്ന് ഭയന്നുപോയി. അവൾ മുറിയിലേക്ക് പോവാൻ എഴുന്നേറ്റു. അപ്പോഴേക്കും അലീന ബാഗുമായി അങ്ങോട്ടേക്ക് വന്നു. ബബിത, ഈ ബാഗുകളൊക്കെ ഒന്ന് എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോയി വെക്ക്, രോഹിത് ആജ്ഞാപിച്ചു. ഞാനോ? ബബിത അത്ഭുതത്തോട് ചോദിച്ചു. അതെ, നീ തന്നെ. ഇത്രയും സാധനങ്ങളുമായി ചേച്ചി നിൽക്കുന്നത് നീ കണ്ടില്ലേ? രോഹിത്തിൻ്റെ രൂക്ഷമായ നോട്ടത്തിൽ ബബിത പതറി. അവൾ മനസ്സിലാ മനസ്സോടെ അലീനയുടെ കയ്യിൽ നിന്നും ബാഗുകൾ വാങ്ങി. അപ്പോഴാണ് ഒരു കയ്യടി ശബ്ദം കേട്ടത്. മനു, ഇപ്പോഴാണ് നീ ശരിക്കും ഒരു അങ്ങളയായത് രോഹിത്തെ. മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
അവർ 3 പേരും കാറിൽ ആശുപത്രിയിലേക്ക് തിരിച്ചു. മനുവായിരുന്നു വണ്ടി ഓടിച്ചത്. രോഹിത് മുൻ സീറ്റിലും ഇരുന്നു. അലീന പിന്നിലുമായിരുന്നു. യാത്രക്കിടയിലും ഉടനീളം മനു രോഹിത്തിനെ ചതിച്ച ഹരിയെക്കുറിച്ച് സംസാരിച്ചു. അലീനയും ആ സംസാരത്തിൽ പങ്കുചേർന്നു. എന്നാൽ പതിയെ പതിയെ രോഹിത് അലീനയോട് സംസാരിച്ചു തുടങ്ങി. അലീന ചേച്ചി, ആരാ ഈ രേവതിക്കുട്ടി? അലീന അത്ഭുതത്തോടെ അവനെ നോക്കി. സാധാരണ ഇത്തരം കാര്യങ്ങളിലൊന്നും രോഹിത് ഇടപെടാറില്ല. അവൾ സന്തോഷത്തോടെ തൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച്, തൻ്റെ അനാഥാലയമായ സ്നേഹതീകതയെക്കുറിച്ചും ബ്രിജിത്ത മമ്മിയെക്കുറിച്ചും ചിന്നുമോളെക്കുറിച്ചും എല്ലാം വാ തോരാതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ജിജ്ഞാസയോടെ രോഹിത് അതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. അവിടെ എങ്ങനെയായിരുന്നുവെന്നും എന്തൊക്കെ ജോലികൾ ചെയ്തുവെന്നും പഠിത്തം നിർത്തിയത് എന്തിന്, അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അവസാനമുണ്ടായിരുന്നില്ല. അവരുടെ സംസാരം കേട്ട് മനു അത്ഭുതപ്പെട്ട് ഇവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. താൻ വെറും ഒരു ഡ്രൈവർ മാത്രമായി പോയല്ലോ എന്ന് അവൻ തമാശക്ക് പറഞ്ഞു. ഒരു ദിവസം എന്നെയും ചേച്ചിയുടെ ആ സ്നേഹനികേതനത്തിലേക്ക് കൊണ്ടുപോകുമോ? രോഹിത് ചോദിച്ചു. ആ ചോദ്യത്തിൽ അലീനയുടെ മുഖം വാടി. അതിപ്പോൾ ഇല്ല രോഹിത്തെ. ബ്രിജിത്ത മമ്മയും പോയി. സ്നേഹനികേതനം ഇല്ലാതായി. അവളുടെ ശബ്ദമിടറിയിരുന്നു. യാത്രാമധ്യേ മനു വണ്ടി കടയിൽ മുന്നിൽ നിർത്തി. നല്ല ചൂട്, നമുക്കോരോ ഇളനീര് കുടിക്കാം. അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി കടയിലേക്ക് പോവാൻ ഒരു പടി ഇറങ്ങണമായിരുന്നു. അലീന അത് ശ്രദ്ധിച്ചില്ല. അവൾ കാൽ വഴുതി വീഴാൻ പോകുന്നതും തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്ന രോഹിത് അവളെ താങ്ങി പിടിച്ചു. എന്താ ചേച്ചി ഇത്? നോക്കി നടക്കണ്ടേ? എങ്ങാനും വീണിരുന്നെങ്കിലോ? ആ വാക്കുകൾ ശാസനയേക്കാൾ കൂടുതൽ കരുതലായിരുന്നു. അലീനക്ക് ഉള്ളു നിറഞ്ഞു. ഇളനീർ വാങ്ങിയപ്പോൾ മനു ആദ്യം കൊടുത്തത് രോഹിത്തിനാണ്. അവൻ അത് നേരെ അലീനക്ക് നേരെ നീട്ടി. ചേച്ചി കുടിക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു സഹോദരന്റെ സ്നേഹവും കരുതലും എന്താണെന്ന് അവൾക്ക് ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. രോഹിത് ഒരു സുഹൃത്തിൻ്റെ കോൾ വന്നപ്പോൾ അല്പം മാറി നിന്നു. എന്താണ് ഇത്? പുള്ളിക്കാരന് വമ്പ മാറ്റമാണല്ലോ. നീ വല്ല ഡോസും കൊടുത്തോ? മനു ചിരിയോടെ ചോദിച്ചു. ഇല്ല മനുവേട്ടാ, എനിക്കൊന്നും അറിയില്ല. എന്താ പറ്റിയതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവൻ എന്നെ കാണാൻ തുടങ്ങി. അവൻ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണെന്ന് തോന്നിപ്പോവുക, അലീന നിറ കണ്ണുകളോടെ പറഞ്ഞു. അവർ ഹോസ്പിറ്റലിലേക്ക് എത്തി. പുറത്തെ വരാന്തയിൽ വിഷാദത്തോടെ ഇരിക്കുന്ന ബാലചന്ദ്രനാണ് അവിടെ ആദ്യം കണ്ടത്. രോഹിത് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ഓക്കെയല്ലേ? രോഹിത്തിൻ്റെ സ്നേഹത്തോടുള്ള ആ ഒരു ചോദ്യം ബാലചന്ദ്രനെയും അത്ഭുതപ്പെടുത്തി. തൻ്റെ മകന് വന്ന ആ ഒരു വലിയ മാറ്റം ശരിക്കും ബാലചന്ദ്രൻ അത് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ ഒരു പുതിയ ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥ അവിടെ തുടങ്ങുകയായിരുന്നു. ഇതിൻ്റെ തൊട്ട് മുൻപത്തെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈജയന്തി എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കിടന്നതെന്നും വൈജയന്തിക്ക് എങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയതെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒരു ചെറിയ റിവ്യൂ പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസൊക്കെ എന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.